ഫാസിൽ, എന്താണ് പ്രതീക്ഷ? കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിലെ അന്തഛിദ്രങ്ങൾ, അതുപോലെ അന്തസംഘർഷങ്ങൾ, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമോ? പൊതുവിൽ വികസനം മുൻനിർത്തി തന്നെയാണോ വോട്ട് ചോദിക്കുന്നത്? ഒരിക്കലുമില്ല. ഇവിടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരും. ഈ കേരളത്തിൽ 10 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ്. ലോക പരിസരം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം കേവലമായി ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല വികസനത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ്. സമീപകാലയളവിൽ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള അമർത്യ സെൻ തന്നെ കേരള മോഡലിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് നമ്മളെല്ലാം കേൾക്കുകയുണ്ടായി. ഇവിടെ വർഗീയതക്കെതിരായി സംഘപരിവാരത്തിൻ്റെ ആയാലും തീവ്രവാദ സംഘടനകളുടേതായാലും അവർക്കെല്ലാം എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷതയുടെ വിളഭൂമിയായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 10 വർഷക്കാലം നടത്തിയ പ്രവർത്തനം തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത്. ജനങ്ങളെ സമീപിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും തൃപ്തരാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതചിന്തകൾക്കതീതമായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് എല്ലാവരും മുന്നോട്ട് വരുന്നത്. സമീപകാലയളവിൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് പഞ്ചായത്ത് രാജ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മൂന്നാമതും സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന പ്രഖ്യാപനം കേവലമായി ഇവിടെ ആലങ്കാരികമായി നടത്തിയതല്ല, നമ്മുടെ നാട്ടിൽ ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ട് തന്നെയാണ്. ഇവിടെ പല സ്വപ്ന പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ സാക്ഷാൽ BJPയുടെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് സഖാവ് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്, നിങ്ങൾ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയാൽ, നിങ്ങൾ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം എന്നുള്ളതാണ്. ഇതാ വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ ഇവിടെ പറയുന്നു, ഞങ്ങൾ ദേശീയപാതയുടെ സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇവിടെ ആ പ്രവർത്തനം നല്ല നിലയിൽ നടന്നിട്ടുള്ളത് എന്ന്. നമുക്കറിയാം, ദേശീയപാത തുടങ്ങുന്നത് പനവേലിൽ നിന്നാണ്. പനവേലിൽ നിന്ന് കന്യാകുമാരിയിൽ എത്തുന്ന സന്ദർഭത്തിൽ നിരവധി സംസ്ഥാനങ്ങളിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലൂടെ ദേശീയപാത കടന്നു പോകുമ്പോൾ ഒരേ ഒരു സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് മാത്രമാണ് ദേശീയപാതക്ക് വേണ്ടി പണം നൽകുന്നത്. ആ പണം നൽകുന്ന സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ഞങ്ങൾ ഇവിടെ സ്വപ്ന പദ്ധതികൾ എന്ന് പലരും വിശേഷിപ്പിച്ച പല പ്രവർത്തനങ്ങളും ഇവിടെ നടപ്പിലാക്കി എന്ന അഭിമാനത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം നടത്തിയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. തീർച്ചയായും ഇവിടെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ ഈ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുന്നത്.